അടുത്തത് മധ്യവയസ്കനായ PK ഫിറോസ്. ഫിറോസ്കയോടൊക്കെയുള്ള സ്നേഹമായി. ഫിറോസ്കൊക്കെ ഞാനന്ന് ഈ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരെ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ രാഹുലിന്റെ ചാനൽ ചർച്ച കണ്ടിട്ടാണ് പ്രചോദനം ഉൾക്കൊണ്ടാണ് രാഷ്ട്രീയത്തിൽ സജീവമായത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഷാഫി എന്നോട് സംസാരിക്കാൻ വിളിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പറയല്ല, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ഷാഫി സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിക്ക് കുറേ പരിമിതികളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി ഭയങ്കര ഫ്രീ ആയിരുന്നു. ഫ്രീ ആയിട്ടൊരു ഇലക്ഷൻ ലീഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് ഇലക്ഷൻ ലീഡ് ചെയ്യാൻ ഷാഫിക്ക് സാധിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ UDF വലിയൊരു മേൽക്കൈ അഡ്വാൻറ്റേജ് ആയിരുന്നു, സത്യമാണ്. മറ്റൊന്ന്, UDF ചെയർമാൻ ശ്രീകണ്ഠേട്ടനും അതുപോലെ തന്നെ കൺവീനർ മൗലവിയും ഇവരുടെ ഒരു കോമ്പിനേഷൻ, UDF മറ്റ് ഘടകകക്ഷികളെല്ലാവരും ചേർന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു ഫൈറ്റ്. ആ ഫൈറ്റ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ജയിക്കാൻ വേണ്ടി ഒരു ഫൈറ്റ് ആയിരുന്നില്ല. ഞങ്ങളുടെ ഭൂരിപക്ഷം ഈ പറഞ്ഞ പോലെ തുടക്കത്തിലെ ഞങ്ങളൊരു ചലഞ്ച് 5 അക്ക ഭൂരിപക്ഷം എന്നുള്ളതാണ്. അപ്പോൾ അത് മറികടന്ന് ഒരു 18K+ എന്ന് പറയുന്ന, അതായത് 18 Pro Max ആണ് രാഹുൽ. ഇപ്പോൾ 16 Pro ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ 18 Pro Max ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു അഭിമാനത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ശരി, PK ഫിറോസ് ആണ് സംസാരിക്കുന്നത്.